സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ ഭയാനകമായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സൗദി അറേബ്യ അനുശോചനം അറിയിച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ഇന്ത്യൻ സർക്കാരിനും ജനതയ്ക്കും അനുശോചനം അറിയിക്കുന്നതായും സർവസ്വവും നഷ്ടപ്പെട്ട ജനങ്ങൾക്കുമൊപ്പമാണ് തങ്ങളെന്നും ഇന്ത്യയിലെ സൗദി എംബസി എക്സിൽ പോസ്റ്റ് ചെയ്ത അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കേരളത്തിൽ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ നിരവധി ആളുകളുടെ മരണത്തിനും ഗുരുതര പരിക്കിനും കാരണമായ ദാരുണമായ സംഭവത്തിൽ ആത്മാർത്ഥമായ അനുശോചനം രേഖപ്പെടുത്തുന്നതായും സന്ദേശത്തിൽ വ്യക്തമാക്കി. കോഴിക്കോട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് ഉപേക്ഷിച്ച് കൊന്നുകളഞ്ഞ കേസിലെ പ്രതികളായ മലയാളിയുടെയും 4 സൗദി പൗരന്മാരുടെയും വധശിക്ഷ നടപ്പിലാക്കി. കൊടുവള്ളി മണിപ്പുരം ചുള്ളിയാട്ട് പോയിൽ വീട്ടിൽ അഹമ്മദ് കുട്ടി ഖദീജ ദമ്പതികളുടെ മകൻ സമീറിനെ 2016 ജൂലൈ 7 പെരുന്നാൾ ദിവസത്തിലാണ് ജുബൈലിലെ വർക്ക്ഷോപ്പ് ഏരിയയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ സ്വദേശി സിദ്ദീഖ്, സൗദി പൗരന്മാരായ ജാഫർ ബിൻ സാദിഖ് ബിൻ ഖാമിസ് അൽ ഹാജി, ഹുസൈൻ ബിൻ ബാക്കിർ ബിൻ ഹുസൈൻ അൽ അവാദ്, ഇദ്രിസ് ബിൻ ഹുസൈൻ ബിൻ അഹമ്മദ് അൽ സമീർ, ഹുസൈൻ ബിൻ അബ്ദുള്ള ബിൻ ഹാജി അൽ മുസ്ലിമി എന്നിവരാണ് പ്രതികളായി പിടിക്കപ്പെട്ടത്. പിന്നീട് സൗദി കോടതി വധശിക്ഷ വിധിച്ചു. ജുബൈലിൽ ബുധനാഴ്ചയാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. നിയമങ്ങൾ ലംഘിച്ചതിന് UAE-യിലെ 4 ഹജ്ജ് ഓപ്പറേറ്റർമാരുടെ ലൈസൻസ്, ഇസ്ലാമിക് അഫയേഴ്സ് എൻഡോവ്മെന്റുകൾ, സകാത്ത് എന്നിവയ്ക്കായുള്ള ജനറൽ അതോറിറ്റി റദ്ദാക്കി. നിയമങ്ങൾ ലംഘിച്ചതിന് മറ്റ് 19 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയതായും അധികൃതർ അറിയിച്ചു. ഇസ്ലാമിക് അഫയേഴ്സ് എൻഡോവ്മെന്റുകൾ, സകാത്ത് എന്നിവയ്ക്കായുള്ള ജനറൽ അതോറിറ്റിയുടെ ലൈസൻസിംഗ് കമ്മിറ്റി കഴിഞ്ഞ ഹജ്ജ് സീസണിൽ തീർത്ഥാടകരുടെ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ഹജ്ജ് ഓപ്പറേറ്റർമാർ തീർത്ഥാടകരുമായി ഒപ്പിട്ട കരാറുകൾ പാലിക്കണമെന്നും തീർത്ഥാടകരോടുള്ള അവഗണന രാജ്യത്തിന്റെ മൂല്യങ്ങൾക്കും സമീപത്തിനും വിരുദ്ധമായതിനാൽ കരാറിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളതും അംഗീകരിച്ചതുമായ സേവനങ്ങളുടെ ഗുണനിലവാരങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കണമെന്നും അതോറിറ്റി ആവശ്യപ്പെട്ടു. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വരെ ഒമാന്റെ ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. ബുധനാഴ്ച തെക്കൻ ഷെർക്കിയ, അൽവുസ്ത, വടക്കൻ ഷെർക്കിയ, മസ്കർ ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിലും ദോഫാർ ഗവർണറേറ്റിന്റെ തീരപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലുമാണ് മഴ പ്രതീക്ഷിക്കുന്നത്. 10 മുതൽ 30 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. വാദികൾ നിറഞ്ഞൊഴുകാനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 27 മുതൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശിയേക്കും. ദൃശ്യപരത കുറയുകയും പൊടി ഉയരുകയും ചെയ്യും. കടലും പ്രക്ഷുബ്ധമായേക്കും. അറബിക്കടലിന്റെ തീരത്ത് തിരമാലകൾ 4 മീറ്റർ വരെ ഉയർന്നേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ തെക്കൻ ഷെർക്കിയ, അൽവുസ്ത ഗവർണറേറ്റുകളുടെ തീരപ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ദോഫാർ ഗവർണറേറ്റിന്റെ തീരപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ചാറ്റൽ മഴയും ഒറ്റപ്പെട്ട മഴയും ലഭിച്ചേക്കും. 10 മുതൽ 25 മില്ലിമീറ്റർ വരെ വിവിധ സ്ഥലങ്ങളിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇനി മുതൽ ഷവർമ മുറിക്കാൻ ഇലക്ട്രിക് കത്തികൾ ഉപയോഗിക്കണമെന്ന് കടയുടമകൾക്ക് മസ്കറ്റ് മുനിസിപ്പാലിറ്റി നിർദ്ദേശം നൽകി. സാധാരണ കത്തികൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. ജനങ്ങളുടെ ആരോഗ്യവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. റെസ്റ്റോറന്റ് ഉടമകൾക്ക് ഇലക്ട്രിക് കത്തികളിലേക്ക് മാറുന്നതിന് 3 മാസത്തെ സമയപരിധിയും നൽകിയിട്ടുണ്ട്. സാധാരണ കത്തികൾക്ക് മൂർച്ച കൂട്ടുമ്പോൾ ഇരുമ്പിന്റെ അംശങ്ങൾ ഭക്ഷണത്തിലേക്ക് കൂടിച്ചേരാൻ സാധ്യതയുണ്ട്. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയാണ് പുതിയ തീരുമാനത്തിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത്. പൊതുജനാരോഗ്യ നിലവാരം നിലനിർത്തുന്നതിനും ഭക്ഷ്യമലിനീകരണം തടയുന്നതിനുമുള്ള പ്രതിബദ്ധത അടിവരയിടുന്നതാണ് ഈ തീരുമാനം. പൊതുസുരക്ഷയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഈ തീരുമാനം നടപ്പിലാക്കുന്നതിൽ പൂർണ്ണമായും സഹകരിക്കണമെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു. വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം ഒമാനിലെ മലയാളി പ്രവാസികളെയും കണ്ണീരിലാഴ്ത്തി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നാട്ടിലെ കനത്ത മഴയും അതുമൂലമുണ്ടാകുന്ന അപകടങ്ങളും പ്രവാസികളെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. എന്നാൽ വലിയ ആപത്തുകൾ ഒന്നുമില്ലാതെ കടന്നു പോകുന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു ഇവരെല്ലാം. അതിനിടയിലാണ് പ്രവാസികൾക്കിടയിലേക്ക് വയനാട്ടിലെ ദുരന്ത വാർത്ത എത്തിയത്. അതേസമയം മുണ്ടക്കയിലും ചൂരൽമലയിലും നിലവിൽ ശക്തമായ മഴ തുടരുകയാണ്. 243 മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. കേരള ചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണിതെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു.
കേരളത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിനെയും തുടർന്ന് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അനുശോചനം അറിയിച്ചു. പ്രകൃതി ദുരന്തത്തിൽ ഇരയായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും തന്റെ അഗാധമായ അനുശോചനവും സുൽത്താൻ അറിയിച്ചു. ബാംഗ്ലൂരു മുംബൈ സർവീസുകൾ ഒമാൻ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയർ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സെക്ടറുകളിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. മുംബൈയിലേക്ക് സെപ്റ്റംബർ 2 മുതലും ബാംഗ്ലൂരുവിലേക്ക് സെപ്റ്റംബർ 6 മുതലും സർവീസ് ആരംഭിക്കും. മുംബൈയിലേക്ക് ആഴ്ചയിൽ 4 സർവീസുകളും ബാംഗ്ലൂരുവിലേക്ക് 2 സർവീസുകളും ഉണ്ടാകും. ലൈറ്റ് ഫെയർ വിഭാഗത്തിൽ മുംബൈ സെക്ടറിൽ 19 റിയാലും ബാംഗ്ലൂരു സെക്ടറിൽ 33 റിയാലുമാണ് ടിക്കറ്റ് നിരക്ക്. അതേസമയം ഓഫർ നിരക്കിൽ 7 കിലോ ഹാൻഡ് ലഗേജ് മാത്രമാകും അനുവദിക്കുക. കൂടുതൽ ബാഗേജിന് അധികം തുക യാത്രക്കാർ നൽകേണ്ടി വരും. അതേസമയം ഇന്ത്യൻ സെക്ടറുകളിലേക്ക് സർവീസുകൾ സലാം എയർ വ്യാപിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ആരംഭിച്ച ഡൽഹി, ചെന്നൈ സർവീസുകൾക്കൊപ്പം കേരളത്തിലെ കോഴിക്കോട് സെക്ടറിലും ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളായ ഹൈദരാബാദ്, ജയ്പൂർ, ലക്നൗ എന്നിവിടങ്ങളിലേക്കും മസ്കറ്റിൽ നിന്നും സലാം എയർ സർവീസുകളുണ്ടാകും. അതേസമയം ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ സലാം എയർ വർദ്ധിപ്പിക്കുന്നുണ്ട്. മേഖലയിലെയും അന്താരാഷ്ട്ര സെക്ടറുകളിലെയും സർവീസുകൾ ഉയർത്തുമെന്ന് സലാം എയർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഖരീഫ് സീസണിനോടനുബന്ധിച്ച് സൊഹർ, ഫുജൈറ, ബാഗ്ദാദ്, ബഹ്റൈൻ സെക്ടറുകളിൽ നിന്നും സലാലയിലേക്കും സീസൺ പ്രത്യേക സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. മുസന്തം ഗവർണറേറ്റിൽ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവാസി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഖസബിൽ തൊഴിൽ മന്ത്രാലയം അധികൃതർ റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഒരു മാസത്തിനിടെ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെയാണ് തൊഴിൽ മന്ത്രാലയം പിടികൂടിയത്. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന നടന്നത്. പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചതായും അധികൃതർ വ്യക്തമാക്കി. ദാഹിറ ഗവർണറേറ്റിൽ പൊതുപരിപാടികളിൽ വെച്ച് വെടിയുതിർത്ത 8 സ്വദേശി പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇബ്രി വിലായത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പൊതുപരിപാടിയിലാണ് കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്തത്. സാമൂഹിക മാധ്യമങ്ങളിൽ ഇതിന്റെ ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ദാഹിറ പോലീസ് കമാൻഡ് അന്വേഷണം നടത്തി ഇവരെ പിടികൂടുകയായിരുന്നു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ദോഫാർ ഗവർണറേറ്റിലേക്കുള്ള പാതയിൽ ചെക്ക് പോസ്റ്റുകൾ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം സ്ഥാപിച്ചു. റോഡ് മാർഗം സലാലയിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് താൽക്കാലിക ചെക്ക് പോസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്.